എൻ്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാര, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരു മുല്ലമുട്ടിലൂറും അത്ര ഒന്ന് വേണ്ടേ എന്ന് പാടുന്ന സമയത്താണ്, വയലാർ ശരത്ചന്ദ്ര വരികളാണ്. ആ സമയത്താണ് അലക്സ് പോൾ ശരിക്കും മനസ്സിനകത്തേക്ക് വരുന്നത്. അതുമുതൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ പാട്ടുകളും. അതിൽ ഈ തട്ടമിട്ട് ഞാൻ കാത്തുവെച്ചൊരു മുല്ലമുട്ടിലൂറും അത്ര ഒന്ന് വേണ്ടേ എൻ്റെ കൂട്ടുകാര സുൽത്താൻ്റെ ജയിലുകാരാന്നാണ് ചോദിക്കുന്നത്. അതിനെ തുടർന്ന് ഒരു വരിയും കൂടെ ഞാൻ അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടുമീട്ടുവാനുള്ള തന്ത്രികൾ പൊട്ടുമെന്ന പോലെ തൊട്ടടുത്ത് ഞാൻ നിന്നുവെങ്കിലും കൈ തൊടാഞ്ഞതെന്തേ, ലാളനങ്ങളിൽ മുഴുവാൻ കൈ താളമിട്ടൊന്നു പാടുവാൻ എത്ര വട്ടമൻ കാൽച്ചിലങ്കുകൾ മെല്ലെ കൊഞ്ചിയൊന്നോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു സാഹചര്യത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവളുടെ മനസ്സ് ഭയങ്കര വലുതായിട്ട് ഓപ്പണപ്പായിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. ആ സമയത്ത് ഈ പാട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്നു മുതലാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത് ശരിക്കും അലക്സ് പോളിനെ. ആ പടം ഒരു വലിയൊരു മൈലേജ് തന്നില്ലേ ശരിക്കും? തീർച്ചയായിട്ടും. നിങ്ങൾ ലയൻസാണ് ഇപ്പോൾ പറഞ്ഞത്. ഞാൻ ചിന്തിക്കുന്ന കാര്യമുണ്ട്, അതെല്ലാവരും ഈ പാട്ട് വിജയിക്കുമ്പോൾ ആദ്യം തന്നെ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് മ്യൂസിക് ഡയറക്ടറിനാണ്. സത്യത്തിൽ ലയൻസിനും കൊടുക്കേണ്ടതല്ല, കൊടുക്കുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഒരു പാട്ടിന് കാലങ്ങളോളം ജീവിക്കാൻ പറ്റുന്നത് ലയൻസിന്റെ ഗുണം കൊണ്ടിട്ടാണ്. ട്യൂൺ ആദ്യത്തെ ഒരു ഇത് മാത്രമാണ്. അതല്ലാതെ പിന്നെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ലയൻസിന് പ്രാധാന്യം ഉണ്ടാവണം. അപ്പോഴായിരിക്കും ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് കൂടുതലായിട്ട്. ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ഞാൻ അതിൻ്റെ ഒരു മനോഹാരിത ഞാനത് ആസ്വദിക്കുകയായിരുന്നു. നിങ്ങൾ വെറുതെ പറയണേ ചെയ്ത്, എന്നിട്ട് പോലും തൊട്ട് വീട്ടുവാനുള്ള തന്ത്രികൾ പൊട്ടുമെന്ന പോലെ എന്ന് പറയുന്നതൊക്കെ വല്ലാത്തൊരു ഫീലാണ്. അത്രയും അടുത്ത് നിന്നിട്ട് നീ കൈതൊടാഞ്ഞത് എന്തെന്നാണ് അവള് ചോദിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ മനോഹരമായിട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നരേന്റെ വായിൽ കൂടെ ഈ ശബ്ദം കേൾക്കുമ്പോൾ നരേൻ തന്നെ പാടുന്നതായിട്ട് തോന്നുന്നു. ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. വിനീത് ഈ പാട്ടിലേക്ക് വരുന്നത് എന്ത് സാഹചര്യത്തിലായിരുന്നു? അത് ഭയങ്കര പറഞ്ഞ് വിശ്വസിക്കാത്തൊരു സംഭവം ഉണ്ടായി. കാരണം വെച്ചാൽ അന്ന് എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു റിസോർട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു ഫാമിലിയായിട്ട്. അവിടെ വെച്ചിട്ട് അവിടെ തന്നെ ഒരു കുളിക്കാനുള്ള അരിയും സംഭവമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തലമുറുത്തുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇത് പാടാനായിട്ട് വിനീതിനെ കൊണ്ട് പാടിച്ചാലോ എന്ന് തോന്നുന്ന അതേ സമയത്ത് തന്നെ ലാൽ ജോസിൻ്റെ കോള് വരുന്നു. വന്നിട്ട് ലാൽ ജോസിനോട് ചോദിക്കുകയാണ്, നമുക്കത് വിനീതാക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്താ വെച്ചാൽ മനസ്സ് ചിന്തിക്കുന്ന അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന് കിട്ടി. അത് ഭയങ്കര അനുഭവമായിരുന്നു. ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ചില അനുഭവം ഉണ്ടാകാറുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് കൂട്ടുകാരെല്ലാം ഒരുമിച്ച് പോകുന്ന സമയത്ത് ഒരുമിച്ചൊരു പാട്ട് പാടും പ്രതീക്ഷിക്കാണ്ട്. അല്ലെങ്കിൽ മനസ്സിലിങ്ങനെ ഓർക്കുമ്പോൾ തന്നെ വേറെ ആളുടെ മനസ്സിൽ വരും. നല്ല സുഹൃത്തുക്കളാണെങ്കിൽ അത് സംഭവിക്കുള്ളൂ. അപ്പോൾ ആ പടത്തിന് അങ്ങനെ സംഭവമുണ്ട്. അതിൻ്റെ മ്യൂസിക്കും ഡയറക്ഷനും അതിൻ്റെ എല്ലാ കാര്യങ്ങളുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്നുണ്ട്. ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. അതിൽ കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെ ആയില്ലേ, മുള്ളുപോലെ നൊന്തില്ലേ, നോവിലിന്ന് തേനല്ലേ, പിന്നെ വൈകി വന്ന പ്രണയം തീയല്ലേ എന്ന് ചോദിക്കുന്ന ഒരു വരികളുണ്ട്. കോളേജ് വിദ്യാർത്ഥി പ്രണയമാണ് കാണിക്കുന്നത്. അതിനകത്ത് SFIക്കാരൻ സ്വപ്നം കാണുമ്പോഴും ഒക്കെ അതിനകത്ത് വരികൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ഹരിരാമരാജകഥ പാടി വന്നൊരു പൊന്നു പൈങ്കിളി പെണ്ണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മനോഹരി രാധേ രാധേ മുരളി എന്ന് എവിടെ പെണ്ണെ എന്ന് ചോദിക്കുന്ന സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതിന് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഹരിരാമരാജകഥയൊക്കെ ശരിക്കും ലാൽ ജോസ് സാറിന്റെ സജഷനായിരുന്നു, അതെ അലക്സ് പോൾ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ മുന്നോട്ട് വെച്ച സജഷനാണ്? അത് ഇതിന്റെ പിന്നിൽ വേറെ കഥയുണ്ട്. ആദ്യത്തെ പടം ചെയ്തപ്പോൾ അതില് മഴവിട്ട് സ്തുതിയായിട്ട് എന്നുള്ള പാട്ടിന്റെ ഇടയ്ക്ക് ഒരു മെയിൽ ഇതുണ്ട്. അപ്പോൾ അത് നിലവിലുള്ള ആ പാട്ടിൽ നിന്ന് മാറിയിട്ട് ഡിഫറെൻ്റ് ആളുടെ സ്കെയിലാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഗിരീഷ് പുത്തഞ്ചേരി ആയിരുന്നു അതിൻ്റെ. അപ്പോൾ ഈ മനുഷ്യനൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എത്ര വലിയ ആൾക്കാരാണെങ്കിലും അതുണ്ട്. ഇപ്പോൾ എൻ്റെ കേൾവിൽ എന്നുള്ള പാട്ട് ഞാനൊന്ന് മാറ്റി പാടിക്കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ല, ആരും സമ്മതിക്കില്ല. അത് ഇനി സമ്മതിക്കില്ല, എത്ര നല്ലതാണെങ്കിൽ ഇപ്പോഴും സമ്മതിക്കില്ല. അപ്പോൾ ഞാനിത് പക്ഷെ ഒരു മ്യൂസിക് ഡയറക്ഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും ഉൾക്കൊള്ളാൻ പറ്റണം. അത് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ അവനത് അറിയാൻ പറ്റണം. ഈ സിനിമ കഥ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ആദ്യം ഉണ്ടാക്കുന്ന കഥ എന്നൊക്കെ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും. പിന്നീട് അതിൽ തന്നെ ഇങ്ങനെ പിടിച്ച് തൂങ്ങുന്നില്ലാരും എന്ന് അപ്പോഴാണ് അത് മനോഹരമാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ചേഞ്ച് ആയുള്ള സ്കെയിലിൽ ഇങ്ങനെ പിടിച്ചിട്ടൊരു മെയിൽ വേർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ പടം കൂടിയാണല്ലോ. പുള്ളി വന്നിട്ട് പറഞ്ഞാൽ ആ പാട്ട് നശിപ്പിച്ച് കളഞ്ഞെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രശ്നമുണ്ടായി. അപ്പോൾ പെട്ടെന്ന് ആദ്യമായിട്ട് കേട്ടപ്പോൾ അതിൻ്റെ ഡയറക്ടറായ റാഫിയും ഞെട്ടിപ്പോയി, കുഴപ്പമാണെന്ന് കരുതി. അപ്പോൾ ആദ്യത്തെ പടം കൂടിയല്ലേ, എൻ്റെ ഒരു ആദ്യത്തെ പടം കൂടിയാണ്. പാട്ടിലാണെങ്കിൽ പുള്ളി ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. അതെന്താ കുഴപ്പമില്ല, ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പുള്ളിക്കും തോന്നി.
ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാനൊരു സൂത്രം ഉപയോഗിച്ചു. പണ്ട് നമ്മൾ അങ്ങനെയുള്ള ചില തട്ടിപ്പൊക്കെ ചെയ്യാറുണ്ട്. എനിക്കറിയാം എൻ്റെ സൈക്കോളജി, അതായത് ഇതുകൊണ്ടിട്ടാണെന്നുള്ളത്. അല്ലാണ്ട് രാഗം നമ്മൾ ചേരാത്തോണ്ടിട്ടല്ല. ഒരു സാധനം ഇപ്പൊ കേട്ടിൽ മാറിയ രീതി കേൾക്കുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇദ്ദേഹം അറിയാണ്ട് തന്നെ മറ്റുള്ള പാട്ടിൻ്റെയൊക്കെ എഴുത്തിനടക്കുകയാണ്. ഇത് അറിയാണ്ട് തന്നെ ഞാൻ ഇപ്പുറത്തെ മുറിയുന്നുണ്ട് ഈ പാട്ട് പതുക്കില്ലായി ഓളിയും കുറച്ച് കേൾപ്പിക്കുകയാണ്. ദൂരെ നിന്ന് കേൾക്കുന്ന പോലെയാണ് പുള്ളി കേൾക്കുന്നത്. ഞാൻ കേട്ട് 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 കുറച്ച് ഇതായി കഴിഞ്ഞപ്പോൾ ഇത് ട്രാൻസ്ഫോമായി. എന്നിട്ട് ഒരു ദിവസം റാഫി എല്ലാവരും ഇരിക്കുന്ന സമയത്ത് അപ്പൊ എനിക്കറിയാം റാഫിക്ക് ഭയങ്കര പേടിയുണ്ട് പുള്ളി പറഞ്ഞല്ലോ. ഞാൻ പുതിയ ഒരാളല്ലേ, എന്താ കാണിക്കണമെന്ന് അറിയില്ലല്ലോ. അവിടെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാനത് ശരിയാക്കി, നിങ്ങൾ പറഞ്ഞ പോലെ ആക്കിയാറുണ്ട്, വെറുതെ നുണ പറഞ്ഞു. എന്നിട്ട് സെയിം പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിയോട് എന്നെ കെട്ടിപ്പിടിച്ച് വേണ്ട ഇപ്പാണ് കറക്റ്റ് ആയെന്ന്. ശരിക്കും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇദ്ദേഹം രാഗത്തിലേക്ക് പിടിക്കുന്ന ആളറിയാലോ, ഇന്ന രാഗമാണത് ഇന്നാന്നൊക്കെ പറയുന്ന ആളാണ്. അപ്പൊ പൊതുവെ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ട്, ഒരു രാഗത്തിൽ വരുമ്പോൾ ആ രാഗത്തിൽ തന്നെ കംപ്ലീറ്റ് ആകണമെന്നും ഒരു താളത്തിലാണെങ്കിൽ ആ താളത്തിൽ തന്നെ വരണമെന്ന് കുറെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ പൊളിക്കുമ്പോഴാണ് ഡിഫറെൻ്റ് ആളുള്ള സംഗീതം ഉണ്ടാകുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരിക്കലും ചെയ്യാത്ത രണ്ട് രാഗങ്ങളെയാണ് അവിടെ ചേർത്തിരിക്കുന്നത്. ചതിക്കാത്തതെന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ഈ പാട്ട് അങ്ങനെയല്ല, രണ്ട് രാഗങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരൂല സാധാരണത്തിൽ. അങ്ങനത്തെ രണ്ട് രാഗങ്ങളെയാണ് അവിടെ ചേർത്തിരിക്കുന്നത്. കാത്തിരുന്ന പെണ്ണല്ലേ എന്ന് പെട്ടെന്ന് രാമ രാമ കഥ പാടി വന്നൊരു കാത്തിരുന്ന പെണ്ണല്ലേ, വേറെ മാറി വരെയാണത്. അത് സിമ്പിൾ അല്ല. ഇപ്പൊ കേട്ടിട്ട് എല്ലാവരും മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് പാടുന്ന സമയത്ത് പാട്ടുകാരൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞ അവസാനം അത് കേൾക്കുമ്പോൾ അറിയാതെ സ്ക്രീനിലേക്ക് വരാൻ ബുദ്ധിമുട്ട് വരും. അതിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോ കാത്തിരുന്ന പെണ്ണല്ലേ എന്നുള്ളത് പാടുന്നതും കാലമേറെ ആയില്ല എന്ന് പാടുന്നത്, ജോസിന് പാടുന്ന സമയത്ത് കാലമേറെയ ഒരു ഹസ്കിനെസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അന്ന് ജോസ്നയുടെ പാട്ടുകൾക്ക് അങ്ങനെ ഒരു ഹസ്കിനെസ് ഉള്ളത് കൊണ്ടാണോ അങ്ങനെ ചെയ്തത്? അതെ അലക്സ് പോൾ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ അങ്ങനെ ഒരു ഹസ്കിനെസ് കൊണ്ടുവന്നതാണോ അതിനകത്ത്? നിങ്ങളിങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾ കുടുക്കിൽ പെടുന്ന കാര്യങ്ങളാണ്. അറിയാതെ ഈ കലാകാരനൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ കലാകാരന്മാരും ഓരോ പാവങ്ങളാണ്. എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അറിയാണ്ട് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വേറെ കുഴപ്പത്തിലേക്കൊക്കെ പോകും. അത് കാര്യമുണ്ട്. അതായത് ഈ ജോസ്ന അന്ന് എനിക്ക് തോന്നുന്ന ആ പാട്ട് പാടാൻ വേണ്ടി ഏതാണ്ട് ഒരു ദിവസമായിട്ട് എടുത്തു. സാധാരണ ജോസ്ന സിനിമ ആ സമയത്തും പാട്ടൊക്കെ പാടിയിരുന്നതാണ് പുള്ളിക്കാരത്തി. ഒരു അരമണിക്കൂറുണ്ട് ഒരു മണിക്കൂറുണ്ട് പാടിയിട്ട് പോകണ്ട. രാവിലെ പോലെ പാടുന്നു, വൈകുന്നേരമായിട്ടും പാട്ട് ശരിയായിട്ടില്ല. എന്ന് വെച്ചാൽ കറക്ഷൻസ് എൻ്റെ മനസ്സിലുള്ള ഇതിലേക്കാണ് വരുന്നില്ല. എനിക്ക് എടുക്കണം. അതായത് ഈ നമ്മളെപ്പോഴേ ഒരു ഗ്ലാസ് നിങ്ങൾക്ക് വെള്ളം നന്ദിയായിരിക്കാം, നിങ്ങൾ കുടിക്കും. പക്ഷെ നിങ്ങളൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കുമ്പോഴേക്കും ചിലപ്പോൾ അങ്ങനെ ഒരു വൃത്തിയുടെ അളക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ഒരു ലെൻസ് വെച്ചൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ അതിൽ അഴുക്കാണ്ട് പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ മൈന്യൂട്ടായുള്ള ചില കറക്ഷൻസ് ഉണ്ടല്ലോ. അതിനു വേണ്ടിയുള്ള ഒരു ഞാൻ നടത്തി വന്നു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യശ്രീയല്ലേ പാടുന്നത്. അന്ന് അതൊന്നും ചിന്തിക്കണില്ല. ശരി കഷ്ടമാണ്. രാവിലെ വരെ വൈകുന്നേരം വരെ. അവസാനം ഒരു 3 മണിയൊക്കെ 3:30 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പുറകിൽ പുള്ളിക്കാരത്തെ ഫാദർ ഉണ്ടായിരുന്നു. ഫാദർ വന്ന് തന്നെ സാർ ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതായത് ഏത് ഫാദറും പറഞ്ഞു ഒരവസ്ഥയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തില്ല ഫാദറാണെന്ന് ആരാണെന്ന് ഓർത്തില്ല. ഞാൻ ഇതിൽ നിൽക്കുകയാണ്, ഫുള്ള് ഇൻവോൾവ് ആയിട്ട് നിൽക്കുകയാണ്. അവനെ പുറത്തു പോകണമെന്ന് അറിയാണ്ട് പറഞ്ഞു പോയതാ. പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി, എന്ത് കഷ്ടമായിപ്പോയി. ഒരിക്കലും പറയാൻ പാടില്ല. ഇപ്പം എൻ്റെ മോളായിട്ടൊരു സംഭവത്തിന് വന്നിട്ട് അപ്പനോട് പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ പ്രശ്നമല്ലേ. സാധനത്തിൽ ആരും തന്നെ അങ്ങനെ ഒന്നും ഇരിക്കാറില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ മോശമല്ലേ അത്. എനിക്ക് പിന്നെ ഒന്നും നടക്കണില്ല, അടുത്ത് പാടിക്കാനും പറ്റണില്ല, പറഞ്ഞും പോയി. ആ ഒരു അല്ലെങ്കിൽ ലയിച്ച് നിൽക്കുമ്പോൾ സംഭവിച്ചാണ്. ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്, പണ്ടത്തെ ഈ സന്യാസിമാരില്ലേ, അവർ തപസ് എടുക്കുന്ന സമയത്ത് ശപിക്കുമെന്ന് പറയും അല്ലേ. ഇത്ര നല്ല മനസ്സിന് പവറുള്ള അവരിങ്ങനെ ശപിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇൻവോൾവ്മെന്റ് ഒരുപാടായി കഴിയുമ്പോൾ അതിൽ തന്നെ ലയിച്ചിരിക്കുമ്പോൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒന്നും അവർ അനുവദിക്കില്ല. അപ്പോൾ അറിയാണ്ട് ആ ഒരു പവറിൽ പറഞ്ഞോളാണ് എന്ന് പറഞ്ഞവർ പെട്ടുപോയി. അവനവിടെ വർക്ക് നിർത്തി. കുറച്ചു നേരം പതുക്കെ പുറത്തിറങ്ങി. പുള്ളി പുറത്തുണ്ട്. ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച പോലെ പുള്ളിക്ക് അത് ഫീൽ ചെയ്തില്ല. പുള്ളി റൈറ്റ് ആളെ രീതി തന്നെ എടുത്തെന്ന് മാത്രമല്ല, പുള്ളി എന്നോട് ഭയങ്കര ക്ലോസ് ആയി. അപ്പോൾ ഞാൻ ഈ ഒരു അവസരത്തിൽ പുള്ളിനോട് ക്ഷമ ചോദിക്കുകയാണ്. അതങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലാതായിരുന്നു. പക്ഷേ പുള്ളി അത് ഒരിക്കലും മനസ്സിൽ വെച്ചിട്ടില്ലെന്ന് മാത്രമല്ല, എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ആത്മാർത്ഥത പുള്ളി തിരിച്ചറിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് ഒരുപാട് പാട്ട് ജോസ്നയ്ക്ക് ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ ആ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഒരു ഫലമാണ്
ഇങ്ങനെ പാട്ട് ഇപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റിയ ഒരു പാട്ടാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതില് അദ്ദേഹത്തിന്റെ ഒരു വേന്റെ ഒരു സംഭവമൊക്കെ ഉണ്ട് അതിലല്ലേ. എൻ്റെ ഉണ്ട്. ഞാൻ ചിന്തിക്കുമ്പോൾ അതാണ് എപ്പോഴും നമ്മളെ ഈ ബൈബിളിൽ ഒരു സംഭവം പറയുന്നുണ്ട്, നമ്മൾ പുറത്തേക്ക് പോകുന്നത് ശ്രദ്ധിക്കണമെന്ന്. ഒരു വാക്ക് പറഞ്ഞു തിരിച്ചെടുക്കാൻ പറ്റില്ല ആരോടാണെങ്കിലും, അത് ഏത് വികാരത്തിന്റെ പുറത്താണെങ്കിലും. അങ്ങനെ സംഭവിച്ചു പോയി. സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ചെന്നിട്ട് പുള്ളിയെടുത്ത് എനിക്ക് ക്ഷമിക്കാനും പറ്റുന്നില്ല. പക്ഷെ അത് വേണ്ടിയൊന്നുമില്ല. പുള്ളി വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് എന്നോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഒന്നും തോന്നി പുള്ളി കാണിച്ചിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് വിചാരിക്കണം. തീർച്ചയായിട്ടും. അതിലൊരു പാട്ടും കൂടെ പരാമർശിക്കാതെ പോകാൻ പറ്റില്ല. ചില്ലുജാലക വാതിലിൽ തിരശ്ശീല ഞൊറിയുമ്പോൾ മെല്ലെ ഒന്ന് കിലുങ്ങിയോ കൈവളകൾ അറിയാതെ, മഞ്ജരി പാടിയതാ. മഞ്ജരിയുടെ ആദ്യത്തെ ടോപ്പ് പാട്ടുകളിൽ ഒന്നായിട്ട് കേട്ടിട്ടുള്ളതാണ്. അതിന് ശേഷമാണ് മുറ്റത്തെ മുല്ലേ ചൊല്ലുമൊക്കെ വരുന്നത്. ആ പാട്ട് മഞ്ജരിയെ കൊണ്ട് തന്നെ അത്തരം ഒരു വോയിസ് എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്ന് ഓർമ്മയുണ്ടോ ഇപ്പോൾ? ചില്ലുജാലക വാതിൽ എന്നുള്ള പാട്ട് സത്യത്തിൽ എൻ്റെ കൽബിന് പകരം ചെയ്തതാണ് പുള്ളി. പക്ഷെ എനിക്ക് ഭയങ്കര വേദന തോന്നി. കാരണം എന്താ വെച്ചാൽ മനോഹരമായിട്ട് വരികളാണ്, പക്ഷേ എൻ്റെ മനസ്സൊരിക്കലും ആ സിറ്റുവേഷനിൽ പറ്റിയതല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരു സാഹിത്യകാരനെ സംബന്ധിച്ചോളം ഒക്കെയാണ്. അപ്പോൾ കേരളത്തിലെല്ലാവരും ജനങ്ങളെല്ലാം സാഹിത്യകാരന്മാരായിരുന്നെങ്കിൽ ആ പാട്ട് മതിയായിരുന്നു. പക്ഷെ ഇവിടെ ഒരു കൊമേഴ്സ്യലായുള്ള സിനിമയാണ്. സാധാരണക്കാരുണ്ട്, സാധാരണ പച്ച മലയാളം സംസാരിക്കുന്നവരാണ്. അവർക്ക് കൂടുതൽ ഗഹനമായുള്ള വാക്കുകളൊന്നും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം, അത് പ്രധാനപ്പെട്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ പാട്ട് പറ്റില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെയാണ് എൻ്റെ കേൾവിലുണ്ടാവുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് പലതും നമ്മൾ പറയില്ല, വേദന ഉണ്ടെങ്കിൽ പോലും പറയില്ല. നമ്മളുടെ തെറ്റാണ്, കിടപ്പുണ്ട്, ഇങ്ങനെ ഒരു നീറലുണ്ട് എനിക്ക് മനസ്സിലുണ്ട്. അത് ഞാൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ലൈൻസ് മേടിച്ചു പറഞ്ഞ് ഞാനത് കമ്പോസ് ചെയ്യണം. അപ്പോൾ അന്ന് മഞ്ചേരി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. മഞ്ചേരിനെ വിളിച്ചിട്ട് അന്ന് സാറിന് ഇതിലൊരു പാട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഓർക്കസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്ക് മാക്സിമം അധികം സമയം കൊടുക്കാണ്ട് തന്നെ വേദനിപ്പിക്കരുതല്ലോ. ഞാൻ വേണ്ടിയിട്ട് ആ പാട്ടെടുത്തിട്ട് ഞാൻ കമ്പോസ് ചെയ്തിട്ട് വെറുതെ ക്ലിക്ക് മാത്രം കൊടുത്തോണ്ടിട്ട് പാട്ട് പാടിയിടുന്നു. അതിനുശേഷമാണ് അത് വെച്ചിട്ട് ഓർക്കസ്ട്രേഷൻ ചെയ്ത് ആ ക്യാസറ്റിൽ ഞാനത് അത് സത്യം ഓഡിയോസാണ് എടുത്തത്. അദ്ദേഹത്തിന് ഞാനത് ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. അതിൽ ഇടാൻ പറഞ്ഞിട്ട് കൊടുത്തു. ഒരു പൈസ ഞാൻ മേടിച്ചിട്ടില്ല. അത് വേറെ ഒന്നുമല്ല, അതിൽ വന്നം പൈസ എന്ന് വിചാരിച്ചിട്ടല്ല, അത് എൻ്റെ അത് അങ്ങനെയൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പം ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് ബോധ്യമായി. എന്നുവെച്ചാൽ ആ സമയത്ത് ഞാൻ ചില്ലുജാലക ഇടണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ കേൾവിൽ നമുക്ക് കിട്ടില്ലായിരുന്നു. ചിലപ്പോൾ അതിലും മനോഹരമായിട്ട് മറ്റേ പാട്ട് വരുമായിരിക്കും, ശ്രദ്ധിക്കപ്പെടുമായിരിക്കും, പക്ഷെ ആ ഒരു പാട്ട് നഷ്ടപ്പെടുമായിരുന്നു. അതിനു വേണ്ടിയാണ് ഈ ചില പാട്ടുകൾ. ഈ പാട്ട് തന്നെ നഷ്ടപ്പെട്ടാനേ വേറെ സംഭവം ഉണ്ട്. കഥ പറയുകയാണെങ്കിൽ അതിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ വന്നിട്ട് ഇത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ഈ പാട്ട് ചില്ലുജാലകം. പക്ഷെ അത് എനിക്കറിയാം, ലാൽ ജോസിനറിയാം, പിന്നെ എല്ലാവർക്കും അറിയാം ഇത് തന്നെ കറക്റ്റാണ്. ചില്ലുജാലകയല്ല, എൻ്റെ കേൾവില്. പുള്ളിക്കാരത്ത് എന്നെ വിളിച്ചിട്ട് അലക്സ് സാറെ ഒന്നും വിചാരിക്കരുത്, എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ പുള്ളിക്കാരത്തെ മാത്രമല്ല പറഞ്ഞത്, ഇതിനുവേണ്ടി ഓർക്കസ്ട്രേഷൻ ചെയ്യണ സമയത്ത് നമ്മുടെ ടീമിലെല്ലാവരും തന്നെ സാർ എപ്പോഴും ചെയ്യണ പാട്ട് പോലെ ആയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും അത് മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഓരോ സിറ്റുവേഷനിലും വേണ്ട ഒരു കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ജീവിതത്തിൽ തന്നെ സംസാരിക്കേണ്ട സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ആ സമയത്ത് കറക്റ്റാണത്, വേറെ സ്ഥലത്ത് യോജിക്കില്ല അത് എന്ന് പറഞ്ഞ പോലെ തന്നെ അതിന് കറക്റ്റ് നമുക്ക് അറിയാം, അതാണ് എൻ്റെ കറക്റ്റ് സ്ഥലമൊന്നും എല്ലാം ബോധ്യമായി. അപ്പോൾ ഞാൻ പ്രൊഡ്യൂസറോട് അന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുണ്ടാക്കണമെങ്കിൽ എഴുതാനുണ്ടാക്കാൻ പറഞ്ഞു. സാധാരണ ഇതിൽ ഒരു സിനിമയുടെ എല്ലാ കാര്യവും ഡയറക്ടേഴ്സും ഒക്കെയാണല്ലോ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അവർ വെറുതെ പറഞ്ഞാണ് അവർ വേദന. അത് നല്ല പാട്ട് ചെയ്തില്ലോ അവർ വിചാരിച്ചെന്താ വെച്ചാൽ ഞാൻ അതുവരെ അടിപൊളി പാട്ട് ചെയ്യേണ്ടിരുന്ന ആളായിരുന്നു. ചതിക്കാത്ത എന്തെങ്കിലും ഹുസൈന എന്നുള്ള പാട്ട്, പിന്നെ അമ്പലക്കര തെച്ചിക്കാവലി, ഇതിനിടയിൽ അപ്പം അങ്ങനത്തെ ഒരു പാട്ടാണ് അവർ പ്രതീക്ഷിച്ചത്. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ആ ചിത്രത്തിൽ തന്നെ വേറൊരു പാട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു, കാറ്റാടിത്തണ എന്നുള്ള പാട്ട്. ഇത് സെയിം പ്രോബ്ലം. നടന്മാർക്ക് എല്ലാവർക്കും ആ പാട്ട് അതിലും കൂടുതൽ ഇഷ്ടപ്പെട്ട് അതിൽ തന്നെ ഒരു അടിപൊളി പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, രസ്കർഷൻ ഇതിലുള്ള പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതല്ല അതിന് വരണ്ടേന്ന് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ ചെയ്താണ് കാറ്റാടിത്തണൽ. അതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. മനോഹരമായിരികളാണ്.
അതാണെങ്കിലും ഞങ്ങളെല്ലാ വർക്കുകളും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്തിട്ടുള്ളത്. ഈ കാറ്റാടുന്നെല്ലാം ചെയ്യുന്നത് ഞാനിങ്ങനെ ഫോണിലൂടെ ട്യൂൺ പറഞ്ഞു കൊടുക്കുന്നു. പുള്ളി അരമണിക്കൂർ വരെ എടുത്തില്ല എഴുതാനായിട്ട്. കാനനക്കുയിലിന് കാതിലിടാനൊരു കാൽപ്പവൻ പൊന്നു തരാമോ, മോഹൻ സിത്താര ചെയ്തതാണ്, ഗിരീഷേട്ടന്റെ വരിയാണ്. ഒരു കാൽപ്പവൻ അവിടെ കൊടുത്തപ്പോൾ അരപ്പവൻ തന്നത് ശരിക്കും അലക്സ് പോളിനാണ്. അതിൽ എനിക്ക് ആ തബല കഴിഞ്ഞിട്ട് തബല ഇങ്ങനെ വീണിട്ട് അതേ തബലയുടെ പിച്ചിങ്ങിൽ തന്നെ വീഴുന്നതാണ് അരപ്പവൻ എന്ന് പറഞ്ഞിട്ട് വിധു പ്രതാപന്റെ ശബ്ദമുണ്ട്. ഭയങ്കര രസമായിട്ട് അരപ്പവൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ അരപ്പവൻ എത്ര പ്രാവശ്യം വീഴ്ത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. കാരണം അത് കറക്റ്റ് പിച്ചുണ്ട്. അത് നമ്മൾ എപ്പോഴും ശ്രമിച്ചു നോക്കുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ഉള്ളിൽ നിന്നിട്ട് അരപ്പവൻ അപ്പൊ വരുന്നില്ല, അരപ്പവൻ അപ്പോ അയ്യോ അത് എങ്ങനെയാണ് അയാൾ പിച്ച് ചെയ്തതെന്ന് ആലോചിക്കില്ലേ. അത് ശരിക്കും അരപ്പവൻ പാടുന്ന ആ അനുഭവം ഇപ്പൊ ഓർമ്മയുണ്ടോ, ശരിക്കും റീകളക്ട് ചെയ്യാൻ പറ്റുന്നത്? അത് അരപ്പവൻ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിലേ ഗിരീഷ് പുത്തഞ്ചേരിയുടെ കഴിവിനെ പറ്റി ഓർക്കുമ്പോൾ ഞെട്ടിപ്പോകുന്ന കാര്യമാണ്. 5 മിനിറ്റ് പോലും എടുത്തില്ല പുള്ളിയെ തരാനായിട്ട്. ട്യൂൺ കൊടുക്കാണ്ട് എഴുതിയാണ് പുള്ളി അത്. അത് സാറേ നോക്കിയേ ഇങ്ങനെ നോക്കാൻ വേണ്ടി തോന്നുന്നു. ഓക്കെ സൂപ്പർ എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ വേറെ കാര്യം കൂടിയുണ്ട്. അതായത് ആ സിനിമയുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ചിലതിനത് പറ്റില്ല, മനോഹരം. അതുകൊണ്ടാണ് ചില്ലിയാലെ മാറ്റി വെക്കേണ്ടി വന്നത്. ആ പടത്തിനെ അതിന്റെ ഡയറക്ടർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, അലക്സ് സാറേ നമുക്ക് അടിപൊളി പാട്ടല്ല വേണ്ടത്, നല്ല പാട്ടുകളെ വേണ്ടതെന്ന് പറഞ്ഞു. ഹിറ്റാണ് പാട്ടല്ല, സൂപ്പർ ഹിറ്റ് ഒന്നും ആണോന്നില്ല, നല്ല പാട്ട് മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നാദ നല്ല പാട്ടൊക്കെ വരുമ്പോൾ. അപ്പൊ അങ്ങനത്തെ ഒരു കഥയും എല്ലാമാണ്. അപ്പൊ അതുകൊണ്ടിട്ട് അത് എഴുതി തന്നെ ചെയ്യുന്നതാണ് നല്ലതെന്നുള്ളത്. ആ പുള്ളി എഴുതി അത് തരുന്നു. ഭയങ്കര ഫാസ്റ്റാണ് പുള്ളി എഴുതാനായിട്ട്. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കെന്ന് പറഞ്ഞു. സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഞങ്ങള് ആദ്യത്തെ പടത്തിന് കാക്കുത്തിക്കാവിൽ എന്നുള്ള പാട്ടില്ലേ, അത് ഞങ്ങൾ വഴക്കിട്ടുള്ളതാണ്. 4 പേജായിട്ടുണ്ട് ഡാൻസ്. ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഇങ്ങനെ എഴുതണമല്ലോ. പുള്ളിക്കും തോന്നിയിട്ടുണ്ടാവും എന്ത് തല്ലിപ്പൊളി പാട്ടാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. തന്നെ എന്റെ വൈഫിന് ആ പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ കമ്പോസ് ചെയ്ത് കേട്ടപ്പോ. വൈഫ് കണ്ടു പറഞ്ഞു ഇതെന്ത് പാട്ടാണത്, തന്നെ ഇങ്ങനെ കിടക്കല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു കാര്യമുണ്ട്, കഴിയുമ്പോ കേട്ടോന്ന് പറഞ്ഞു. അപ്പൊ എന്താന്നല്ല ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഉഴപ്പിയാണ് ആദ്യം എഴുതിയത്. അപ്പൊ എന്റെ ചേട്ടാ ഇതല്ല വേണ്ടത്, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അതിൽ കവിത ഒന്നും അല്ല വേണ്ടത്. അങ്ങനെയാണ് കാക്കൊത്തിക്കാവിലെ കാവതിക്കാക്കയും കായൽ വരമ്പിലെ കാക്കാനും ഞണ്ടിലും തമ്മിൽ തമ്മിൽ കാണാ കിന്നാ കഥ പോലെ ഉണ്ടാക്കി. അതുകൊണ്ട് അവിടെ എല്ലാ കഥാപാത്രങ്ങളെയും ആ പാട്ടിലൂടെ അവതരിപ്പിക്കാൻ പറ്റും. ആ പാട്ടിലൂടെ ഇതിനകത്തൊരു ഹമ്മിങ് കൂടെ ഉണ്ട്. നമ്മളെ അരപ്പവൻ പോനില്ലേ, ഇത് ശരിക്കും റിമി എങ്ങനെയാണ്? അതായത് ആക്ച്വലി ആ പാട്ടിനെ വേറെ ആളെയാണ് നിശ്ചയിച്ചിരുന്നത്. പിന്നീട് റിമിയിലേക്ക് വരുന്നത്. റിമിയിൽ നിന്ന് അങ്ങനത്തെ ഒരു പാട്ട് വരുന്നു കഴിഞ്ഞാൽ അത് പുതുമയുണ്ടാവുമായിരുന്നു. എപ്പോഴും അടിപൊളി പാട്ടല്ലേ. പിന്നെ അത് മാത്രമല്ല അതിനു വേണ്ടിയുള്ള ഒരു അർപ്പണവും എല്ലാം ഉണ്ടാവില്ല മനസ്സിനെ, അതിനു വേണ്ടിയുള്ള തയ്യാറെടുക്കലും. അതായത് നമ്മൾ പലപ്പോഴും എല്ലാവരും മറന്നുകൊണ്ടൊരു കാര്യമാണ്, എപ്പോഴും തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റിമിനോട് പലരും ചോദിച്ചിട്ടുണ്ട് പുള്ളിക്കാരി എപ്പോഴും കോമഡിയാണെന്ന്. അങ്ങനെയൊന്നുമല്ല ജീവിതത്തിൽ അല്ലേ, അവര് ജീവിക്കാൻ വേണ്ടി കോമഡി പറഞ്ഞിരിക്കണ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു അടിപൊളി പാട്ട് പാടുന്നതാക്കും മെലഡി പാടാൻ പറ്റും നന്നായിട്ട്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു. അപ്പോൾ റിമിയുടെ ലൈഫിൽ എനിക്ക് തോന്നണത് ഏറ്റവും നല്ല പാട്ടെന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു പാട്ടായിട്ട് പുള്ളിക്കാറ്റ് പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ അമ്പലക്കര തെച്ചിക്കാവിൽ പൂരം എന്ന് പറയുന്ന പാട്ട് പാടിയിരിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. എം ജി ശ്രീകുമാർ അത് പാടിയിരിക്കുന്നത് ഒരു കൊഴിഞ്ഞു മറിഞ്ഞൊരു സ്റ്റൈലാണ്. കാരണം ആ സിറ്റുവേഷന് യോജിക്കുന്ന രീതിയിലാണ്. ഒരുപക്ഷെ ആ പാട്ടായിരിക്കാം അടുത്ത പടത്തിലും അതേപോലെ റഹ്മാൻ ഒരു പാട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കാരണമായത് രാജമാണിക്യത്തിലെ പാട്ടുണ്ടല്ലോ, ആ പാട്ടിന് കാരണമായത് ഈ ഒരു സ്റ്റൈലാണെന്ന് തോന്നുന്നു. അത് എല്ലാവർക്കും ആക്സെപ്റ്റൻസ് വന്നു. പിന്നെ മമ്മൂക്ക ചിത്രങ്ങളിൽ തുടർച്ചയായിട്ട് പാട്ട് ചെയ്തിട്ടുണ്ട് അലക്സ് പോൾ. ആ പാട്ട് പിച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ എന്തൊക്കെ തരത്തിൽ ആശങ്കയുണ്ടായിരുന്നു? ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റൈൽ ഒരു നാടൻ സ്റ്റൈലാണോ? എവിടെ നിന്നാണ് ഇത് പിടിച്ചത്? എന്താണ് അതിന്റെ പിന്നിലൊരു ഒരു ഒരു ഇൻസ്പിറേഷൻ? ഈ അമ്പലക്കര എന്നുള്ള പാട്ട് ഇതുപോലെ തന്നെ ഒരുപാട് സമയമെടുത്ത് പഠിച്ച പാട്ടാ. എം ജി സാർ എന്ന് വെച്ചാല് അറിയാലോ, പെട്ടെന്ന് തന്നെ പാട്ട് പഠിക്കും. തൊണ്ടയിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നല്ല രീതിയിലുള്ള തിങ്സും എല്ലാം വരുന്നത് എല്ലാ പാട്ടുകാരനല്ലേ. അപ്പോൾ എം ജി സുമാർ വരുന്നു, ഞാൻ ഉദ്ദേശിക്കുന്ന ഇതിലേക്ക് അങ്ങോട്ട് വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് ചിലപ്പോൾ എൻ്റെ വട്ടായിരിക്കും. എന്നിട്ട് രണ്ടാമത് പിന്നെ വന്നൊക്കെ പാടിയിട്ടാണ് അത് ഓക്കെ ആവുന്നത്. അപ്പൊ അതിന്റെ ഡയറക്ടർ വിളിച്ചു പറയുന്നു രഞ്ജിത്താണ്, നന്നായിട്ടല്ലോ ഇനി പാടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. ഞാനിപ്പോ അങ്ങനെയല്ല ഒന്നുകൂടി വേണമെന്ന് പറഞ്ഞിട്ട്
പിന്നെ രണ്ടാമതെന്നൊക്കെയാണ് പാടിക്കുന്നത്. അത് ഹെവിയായുള്ള ക്ലാസിക്കൽ പാട്ടുകൾ പോലും നിമിഷനേരം കൊണ്ട് 5-10 മിനിറ്റ് കൊണ്ട് പാടിപ്പോകുന്ന ഒരു പാട്ടുകാരനാണെന്ന് ഓർക്കണം. അപ്പം അന്നൊരു സംസാരം തന്നെ ഉണ്ടായി അവിടെ. അതായത് ഇത് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മമ്മൂക്ക റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എം ജി ശ്രീകുമാർ പറഞ്ഞു, ദാസേട്ടൻ പാടുമ്പോൾ ദാസേട്ടൻ്റെ ശൈലി വരും, ഞാൻ പാടുമ്പോൾ എൻ്റെ ശൈലി വരും. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു, പിന്നെ തീർച്ചയായിട്ടും ഞാൻ അഭിനയിക്കുമ്പോൾ എൻ്റെ ഒരു മുഖം വെച്ചല്ലേ എനിക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. മമ്മൂക്ക് പോയിക്കണേ ഞാൻ പറഞ്ഞ്, ഇവിടെ തൻ്റെ ശൈലി വെച്ച് കുറേ നാളെ പാടിക്കൊണ്ടിരിക്കുന്നത്, ഒന്ന് മാറ്റി പിടിച്ചാൽ എന്താ കുഴപ്പം? അങ്ങനെയാണ് പുള്ളി അപ്പോൾ അതിന് ഒരു ഒന്ന് എന്താ പറ്റുന്ന ശ്രമം നടത്തിയത്. കേൾക്കുമ്പോൾ സിമ്പിൾ പാട്ടായിട്ട് തോന്നുമെങ്കിൽ അത് നിലവിലില്ലാത്തൊരു പ്രയോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതാണ്. ഒരു നടപ്പ് വഴി തന്നെ പോകാൻ എളുപ്പമാണ്, മാറി നടക്കാൻ കുറച്ച് പാടുണ്ട്. പാടിൻ്റെ ഒന്നുമല്ല, അതെന്തോ ചിലപ്പോൾ ഒരു പക്ഷേ ആ സമയത്ത് എം ജി ശ്രീകുമാറിനെ ഞാൻ ചെയ്തേക്കണ ഭംഗിയില്ലെന്നൊക്കെ തോന്നിയിട്ടുണ്ടാകും ചിലപ്പോൾ. മേ ബി മനുഷ്യരല്ലേ, തോന്നാറില്ല. അപ്പം ഞാൻ നിങ്ങളെ കൊണ്ടൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിക്കുന്നു, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നു, നിങ്ങൾ സാധനം ചെയ്യാൻ പറയുന്നു, നിങ്ങൾക്ക് തോന്നണേ ഞാൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, വേറെ ഇതിലാണെന്ന് നിങ്ങളെ മനസ്സിൽ ചിന്ത വരാമല്ലോ, എന്നാലും തോന്നിയിട്ടുണ്ടായിരിക്കാം. ഫൈനലി ഒരു രക്ഷയില്ലാന്ന് മനസ്സിലായി. അല്ലെങ്കിൽ അവസാനം ഞാൻ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരൻ പാടേണ്ടി വന്ന്. അതാണ് കാര്യം. അതൊരു എന്താ വെച്ചാൽ ചിലപ്പോൾ ഒരു വൾഗറായിട്ട് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവും, പൂരം നിങ്ങൾ പറഞ്ഞ ഒരു ബോറായിട്ട് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ എനിക്കറിയാം ആ സിറ്റുവേഷൻ അതാ വേണ്ടത്, അതാണ്. പക്ഷെ ഒരുപാട് പാട്ടുകൾ എം ജി ശ്രീകുമാർ അങ്ങനത്തെ പാടിയിട്ടുണ്ട്. അങ്ങനത്തെ സ്റ്റൈല് വരുത്തുന്ന പാട്ടുകൾ ലാലേട്ടന് വേണ്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ വഴക്കമുള്ള ഒരു ഉണ്ട്. അതുകൊണ്ടാണല്ലോ എം ജി ശ്രീകുമാറിനെ വിളിച്ചത്. അപ്പൊ അതിൽ നിന്നും ഒന്ന് മാറിയിരിക്കുന്നതാണ്. അത് എം ജി ശ്രീകുമാറിന് അറിയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പുള്ളി പറയുമായിരിക്കും അന്ന് സംഭവിച്ചെന്താണെന്നുള്ളത്. പുള്ളിക്ക് അത് 5 മിനിറ്റ് കൊണ്ട് പാടാവുന്ന കാര്യമാണ്. പക്ഷെ ആ സമയത്ത് ടൈം എടുത്തു. പിന്നീട് പോയിട്ട് പിന്നെ രണ്ടാമതൊന്ന് പാടി. ഏതായാലും പാട്ട് സൂപ്പർ ഹിറ്റായി കഴിഞ്ഞപ്പോൾ. ഇത് ഹിറ്റായതുകൊണ്ടാണോ മറ്റേ പാണ്ടിമേളം ഉണ്ടാവാൻ കാരണം? ഓർമ്മയുണ്ടോ അന്നത്തെ സമയത്ത്? തുടർച്ചയായിട്ട് വന്നിട്ടുള്ള സിനിമകളാണ്. എനിക്ക് ഇതുവരെയായിട്ട് ഒരു പടത്തിലും ഈ രണ്ടാമത്തെ ഒരു ട്യൂൺ എന്നുള്ള സംഭവം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവർ വന്നിട്ടൊരു സിറ്റുവേഷൻ പറയുന്നു, ട്യൂൺ വരും. അത് മിക്കവാറും തന്നെ അപ്പം തന്നെ വരാറുണ്ട്, സമയം എടുക്കാറില്ല. ഞാൻ പിന്നെ എൻ്റെ റെക്കോർഡ് പ്ലേയിൽ മൂളിയിടും, ആരും കേൾക്കാതെ. പിന്നീട് അന്ന് കേട്ട് നോക്കിയിട്ട് അതിനെ കറക്ഷനൊക്കെ വെച്ചിട്ട് കേൾപ്പിക്കുമ്പോൾ അവർ ഓക്കെ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് അമ്പലക്കര ആണെങ്കിലും മറ്റേതും. അമ്പലക്കരയ്ക്ക് ചെറിയ വ്യത്യാസമുണ്ട്. അമ്പലക്കരയിൽ രണ്ടാമത്തെ സിനിമയാണ് എനിക്ക്, ബ്ലാക്ക്. അപ്പോൾ ഈ ചതിക്കാത്തൊന്നും എല്ലാ പാട്ടും ഇറ്റായിക്കപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പുറകിൽ ആൾക്കാർ കൂടുമെന്ന് വരും. ഒരുപാട് പേര് വരും. ഒരാളും വന്നില്ല. ഒരു വർഷം കഴിഞ്ഞിട്ട് ചേട്ടൻ തന്നെ വേണ്ടി വന്നു. ലാലിൻ്റെ പടമാണ് അത്, ബ്ലാക്ക്. അങ്ങനെയാണ്. അതിലൊരു പാട്ടേ ഉള്ളൂ. ആ പാട്ട് പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കേണ്ടി വരും. ഞാനാണ് നിലവിലുള്ള എൻ്റെ എല്ലാ വർക്കും നിർത്തിവെച്ചിട്ടാണ് ഇതിനു വേണ്ടി ഇറങ്ങിയത്. എൻ്റെ ആദ്യത്തെ ചിത്രത്തിൽ 5 പാട്ടും ഒറ്റ ട്യൂണേ ഞാൻ കേൾപ്പിച്ചിട്ടുള്ളൂ. അതെല്ലാം റാഫിക്കും മെക്കാഡിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അതെല്ലാം ആവുന്നത്. പക്ഷെ ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 5 ട്യൂണുകൾ കമ്പോസ് ചെയ്ത് വെച്ചു. എന്നിട്ട് ആദ്യത്തെ കേൾപ്പിക്കുന്നു രഞ്ജിത്തിനെ. രഞ്ജിത്ത് നോക്കിയെന്ന് പറഞ്ഞു. അതല്ല ഒരു 4 വേണ്ട, ഇത് തന്നെ മതി. പുള്ളി സമ്മതിച്ചില്ല. അങ്ങനെ എപ്പോഴും ആ ഒരു സംഭവം ഉണ്ട്. ചിലർക്ക് ചില ശാപം എന്ന് പറഞ്ഞ പോലെ ഇരിക്കുന്നത്. അതായത് രണ്ടാമത്തേനുള്ള സാധ്യതയില്ല, ആദ്യത്തെ തന്നെ ഓക്കെ എന്ന് പറയാറുണ്ട്. അടുത്തേക്ക് പോകാൻ പറ്റൂല. ഈ പിടിയാന പിടിയാന എന്ന പാട്ടിൽ ശരിക്കും വിനീതിനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അന്ന് മമ്മൂക്കയുടെ വോയിസും വിനീതിൻ്റെ വോയിസും എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ മാച്ച് ആവുമെന്ന് വിചാരിക്കാത്തൊരു സ്പേസിലാണ് വിനീത് ശ്രീനിവാസൻ അത് പാടണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്. പക്ഷേ അതെങ്ങനെയാണെന്നുള്ളത് ഒരുപക്ഷെ വിനീതിന് പോലും കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷെ പാട്ട് വന്നപ്പോഴത്തേക്ക് രസമുള്ള പാട്ടായിരുന്നു. അതും ഇതേപോലൊരു പ്രത്യേക താളത്തിലും സ്റ്റൈലിലും ഉള്ളൊരു പാട്ടായിരുന്നു. അതെങ്ങനെയാണ് അന്ന് അത് വിനീതിൻ്റെ ശബ്ദം തന്നെ മതിയെന്ന് തീരുമാനിക്കുന്നത്? അത് ചില സന്ദർഭത്തിൽ നമ്മൾ കടുംപിടുത്തമൊന്നും പിടിക്കാൻ പറ്റില്ല. ആ സിറ്റുവേഷൻ വേണ്ടിയിട്ട് മമ്മൂക്കയുടെ സജഷൻ ആയിരുന്നു. മമ്മൂക്കയുടെ വൈഫാണ് റെക്കമെൻഡ് ചെയ്യുന്നത്, വിനീതിനെ വെച്ചത് പഠിച്ചാലാണ്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഈ പരീക്ഷണം ചെയ്യാൻ വേണ്ടി ഇഷ്ടമുള്ള ആളാണ്. ഒരിക്കലും ചേരാത്ത ഒരു വോയിസ് നമ്മൾ ചേർക്കുക എനിക്ക് രസകരമായിട്ട് തോന്നിയത്. അല്ലാണ്ട് ഞാൻ നെഗറ്റീവായിട്ടല്ല എടുത്തത്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ഞാൻ തന്നെ അത് ഇതൊക്കെ പറയാൻ പാടില്ല, സാങ്കേതികമായുള്ള കാര്യങ്ങളാണ്. വിനീതിൻ്റെ വോയിസ് 4 ട്രാക്കിൽ പാടിച്ചിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ഒക്കെ ചെയ്യാവുന്നതാണ്. 4 ട്രാക്കിൽ പാടിച്ചിട്ട് അതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു വേറെ പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ട്, അതിലൂടെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ പൊസിഷൻസ് ഇത്തിരി മാറിക്കിടക്കും രണ്ടാമത് പാടുമ്പോൾ. ഗ്രൂപ്പ് സോങ് പോലെ തോന്നിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്ത് അതിൻ്റെ ടോൺ അഡ്ജസ്റ്റ് ചെയ്ത്
അങ്ങനെയാണ് അതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഓ, പക്ഷേ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു അത്. എന്താ വെച്ചാല് അത് നിങ്ങൾ കേട്ടോളൂ, എനിക്ക് കേൾക്കുമ്പോൾ അറിയാതെ അതിന്റെ വോയിസ് മമ്മൂക്കയുടെ വോയിസിലേക്ക് കൊണ്ടുപോകുന്നതാണ് അത്. ഈ വ്യത്യസ്തമായ വോയിസ് ഉപയോഗിക്കുന്നതിൽ ഇഷ്ടമല്ലേ ഇഷ്ടമല്ലേ എന്നുള്ള പാട്ടില് ഷഹബാസ് അമനെ ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന വരികളൊക്കെ ഭയങ്കര സുഖമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും അത് അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു വിദ്യാസാഗർ ഷഹബാസ് അമനെ കൊണ്ട് ചാന്തുകുടഞ്ഞൊരു സൂര്യമാനത്ത് ചാന്തുകൂട്ടിലെ പാട്ട് പാടിച്ചിട്ടുണ്ടായിരുന്നു. ഷഹബാസ് അമനിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഷഹബാസ് അമന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ഓരോ പാട്ടുകാരെ നമ്മളെ കണ്ടെത്തുന്ന ഒരിക്കലും പാട്ടുകാരൻ നമ്മുടെ അടുത്തേക്ക് വരിക, അതല്ലെങ്കിൽ ആരെ റെക്കമെൻഡ് ചെയ്യുക. ചിലപ്പോൾ കൂട്ടുകാരായിരിക്കും. ഞാനൊരു പാട്ടുകാരനെ കണ്ട് ഇങ്ങനെ കണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ആരെയും ഇതുവരെയായിട്ടും പിന്നത്തേക്ക് വെക്കാറില്ല. സാധാരണത്തിൽ അങ്ങനെ സംഭവമുണ്ട്. പലർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഒരു പാട്ടുകാരൻ വിളിക്കുകയാണ്, എങ്ങനെ നമ്പറൊക്കെ സംഘടിപ്പിച്ച് വിളിക്കുകയാണ്. ഞാൻ സാറേ ഞാനൊരു പാട്ടുകാരനാണെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും, ഇപ്പം തന്നെ വന്നോളൂ എന്ന് പറയുള്ളൂ. ഞാൻ വേറെ സമയത്തേക്ക് വെക്കില്ല. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക്. അപ്പൊ തന്നെ ഓഡിഷൻ ചെയ്യും. അപ്പൊ തന്നെ സ്റ്റുഡിയോയിലാണ് അവിടെ വരാൻ പറയും. എന്നിട്ട് കേൾക്കും. എന്താ വെച്ചാൽ നമുക്ക് അറിയില്ല എന്നേ, നമ്മുടെ മുന്നിലേക്ക് എന്നവൻ, ഞാനിപ്പോ നിങ്ങളെ കാണുന്നത് എന്നെക്കാട്ടിയൊക്കെ ഭയങ്കര സെൻസും വിവരമുള്ള ഒരാളായിട്ടാണ്. നിങ്ങളെ മാത്രമല്ല എല്ലാവരും ഞാൻ അങ്ങനെ കാണുള്ളൂ അല്ലേ. നമ്മൾ വിലയിടാൻ പാടില്ല, ഞാൻ ഭയങ്കര സംഭവം ഒന്നും ഇടുന്നത് ശരിയല്ല. അപ്പം അങ്ങനെ ആയിരിക്കാം, എപ്പോഴും ആരാ വന്നെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ നിയോഗം പോലെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു പാട്ടെന്ന് പറയുന്നത് ലാൽ ജോസ് ഇങ്ങനെ അത് പുള്ളി പറഞ്ഞു, നമുക്ക് ഷഹബാസ് ഒരു പാട്ടുകാരുണ്ട് നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വരുന്നു. ആ പാട്ട് എൻ്റെ വീട്ടിലെ ഹോം സ്റ്റുഡിയോയിൽ വെച്ച് റെക്കോർഡ് ചെയ്തത്. ഓ, അങ്ങനെ പ്രത്യേകത. അതിൽ കൂട്ടുകാരി എന്ന് പാടുന്നത് എനിക്ക് തോന്നുന്നു അത് ഷഹബാസ് അമന്റെ വോയിസ്. ഇനി ആർക്കും അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ആ കൂട്ടുകാരി എന്ന് പാടുന്ന സാധനം ഉണ്ടല്ലോ, ഭയങ്കര ക്യൂട്ടായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ വീട്ടിലെ സ്റ്റുഡിയോയിലാണ്. വീട്ടിൽ വരുന്നു, ഞങ്ങൾ പിന്നെ കറങ്ങാനൊക്കെ പോയി ചായ കുടിച്ചു വന്ന് അങ്ങനെ എൻ്റെ നല്ല സുഹൃത്താണ് പുള്ളി. എന്ന് വെച്ചിട്ട് എപ്പോഴും കാണാറൊന്നുമില്ലല്ലോ, ഇപ്പോൾ കുറേ നാളായി. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ട അയാളുടെ ക്യാരക്ടർ. അപ്പോൾ അത് പ്രധാനപ്പെട്ടാണ്. അങ്ങനെ ആണ് ഈ പാട്ടിലേക്ക് പോകുന്നത്. എൻ്റെ സ്റ്റുഡിയോയിൽ വെച്ച് പാടിക്കാൻ കരുതി. അപ്പോൾ ആ പാട്ട് പാടുമ്പോൾ ഞാനും ഷഹബാസ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. സാറിന് റെക്കോർഡിച്ചിട്ടുണ്ടാവുമല്ലോ, ഇല്ലാണ്ടാണ് ആ പാട്ട് പാടിയത്. നമ്മൾ പിടിയാന സംസാരിക്കുന്ന സമയത്ത് ഈ ന എന്നുള്ള സാധനം പ്രയോഗം, അതിൽ എനിക്ക് തോന്നുന്നു നിഴലാന എന്ന് പറയുന്ന ഒരു പ്രയോഗം വരെ കൈതപ്പുറം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പവിഴമഴ, തോരാത്ത മഴ, ഈ മഴ, എന്നിട്ട് രാമഴ എന്നുള്ളൊരു സാധനം കൊണ്ടുവന്നത് പോലെ ഇതിനകത്ത് നിഴലാന എന്ന് പറയുന്ന പ്രയോഗം, പലതരത്തിലുള്ള ആനകളെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ നിഴലാന എന്ന് പറയുന്ന പ്രയോഗം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ പ്രാസമൊക്കെ സത്യത്തില് കൈതപ്പുറം എങ്ങനെയാ വരുത്തിയെന്ന് ഓർമ്മയുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോഴേ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. പുള്ളി ഒരു വലിയ കവിയാണ് പുള്ളി അല്ലേ. അദ്ദേഹത്തിനെ കൊണ്ടിട്ട് പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, അലക്സേ പാവമാണ് പുള്ളി അലക്സേ ഗിരീഷ് പുത്തഞ്ചേരി നേരെ ഓപ്പോസിറ്റാ പുള്ളി സ്മോള് കഴിക്കില്ല, ഒരു സിഗരറ്റ് പോലും വലിക്കില്ല, ഭയങ്കര ഇതല്ലേ നിഷ്ഠയൊക്കെയുള്ള ആളാണ്. അപ്പൊ എൻ്റെ അടുത്ത് പുള്ളി ചോദിച്ചത് പല്ലവിയിൽ മാത്രം പറ്റില്ല കംപ്ലീറ്റ് വരെ. എന്തൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോ ഭയങ്കര കഷ്ടമായിട്ട് പാവത്തിനെ കൊണ്ട് ഞാൻ എഴുതി കുഴപ്പമില്ല, സാറിന് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്.